السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على المبعوث رحمة للعالمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. الله سبحانه وتعالى നമ്മൾ ഒരുമിച്ച് കൂടി മജ്ലിസിനെ പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഏത് ലക്ഷ്യം വെച്ചിട്ടാണോ ഇങ്ങനത്തെ മജ്ലിസുകൾ നടക്കുന്നത്, ആ ലക്ഷ്യങ്ങൾ ഏറ്റവും നല്ല രീതിയിലും ഖൈറായ രീതിയിൽ അള്ളാഹു പൂർത്തിയാക്കുമാറാവട്ടെ. ഒരു വലിയ ത്യാഗം ചെയ്ത് ഹാഫിളീങ്ങളായ ഈ മക്കളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അലാക്ക് വേണ്ടി, ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് 3, 4, 5 വർഷങ്ങളൊക്കെ ചെലവാക്കിയിട്ടാണ് നമ്മളെ മക്കള് ഹിഫ്ള് പൂർത്തിയാക്കിയത്. അല്ലെങ്കിൽ ഹിഫ്ള് ഒരു ഭാഗം പൂർത്തിയാക്കി റമളാനിന് ശേഷം ശരിയാ പഠനത്തിന് വേണ്ടി, അല്ലെങ്കിൽ കിതാബ് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആലിം കോഴ്സിന് വേണ്ടി നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ മദ്രസകളിൽ, നമ്മളെ ഒരു രീതിയിൽ നടക്കുന്ന മദ്രസകളിൽ സാധാരണ ആലിം കോഴ്സ്, അല്ലെങ്കിൽ ശരിയാ പഠനം, അല്ലെങ്കിൽ കിതാബ് പഠനമൊക്കെ ഇതിനെ പറയാറുണ്ട്. സാധാരണ മദ്രസകളിലൊക്കെ 6-7 വർഷങ്ങളായിരിക്കും ഈ പഠനം ഉണ്ടാവാം. ഈ ഒരു ഡ്യൂറേഷൻ, ഈ ഒരു 6-7 വർഷങ്ങളിൽ ഉദ്ദേശിക്കപ്പെടുന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, സലഫുസ് സാലിഹീങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, നമ്മളിലേക്ക് അതെങ്ങനെയാണോ എത്തിയത്, അതേ രീതിയിൽ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഹിഫാദത്തും, അതിൻ്റെ ഇശാഅത്തും, അതിൻ്റെ തബ്ലീഗ്, അതിൻ്റെ പ്രൊട്ടക്ഷൻ, അതിനെ എത്തിച്ചു കൊടുക്കൽ, അതിനെ സംരക്ഷിക്കൽ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സിലബസ് അവർ 6-7 വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന സിലബസ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ലക്ഷ്യം. അപ്പൊ ഇതിൽ 2 ഭാഗമാണ്. ഒന്ന് ഇതിന്റെ ദീനി പഠനമാണ്. അതും നമ്മളൊരു ചെറിയ രീതിയിൽ മനസ്സിലാക്കണം. കാരണം പല സ്ഥാപനങ്ങളിൽ ഇതേ കിതാബുകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരുപാട് ഡീറ്റെയിൽ ഇപ്പൊ പറയാൻ സാധിക്കൂല. കാരണം ഒരുപാട് വിഷയങ്ങൾ നമ്മളെ ദീനി പഠനത്തിലുണ്ട്. തഫ്സീർ, ഉസൂൽ തഫ്സീർ, അഖീദ, ഖിറാഅത്ത്, തജ്വീദ്, ഉലൂമുൽ ഖുർആൻ, ഹദീസ്, ഉസൂൽ ഹദീസ്, പിന്നെ അതിൽ തന്നെ കുറെ വിഭാഗം. അതൊക്കെ ഇപ്പൊ പറയാൻ സമയമില്ല. എങ്കിലും നമ്മളെ മദ്രസകളിൽ നിന്ന് അടുത്തൊരു വലിയ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ നടന്നിരുന്നു. അതില് ഖുർആനിന്റെ ഹിഫ്ളും ഖുർആനിന്റെ ആശയവും രണ്ടും ആ കോമ്പറ്റീഷനിൽ ചോദിക്കപ്പെട്ടു. സാധാരണ ഒന്നിക്ക് ഖുർആന്റെ ആശയങ്ങൾ ചോദിക്കുന്ന കോമ്പറ്റീഷനുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഖുർആനിന്റെ ഹിഫ്ള് ഇവിടെ മുസാബക്കകൾ ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത ഇത് രണ്ടുമുണ്ട്. അതിൽ നമ്മൾ കണ്ടത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖും അനുഗ്രഹം കൊണ്ട് നമ്മളെ മദ്രസകളിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികളാണ് ഫൈനലിൽ എത്തിയ 80% കുട്ടികൾ. നമ്മളെ മദ്രസകളിൽ നിന്ന് കിതാബ്, അതിന്റെ മുമ്പ് ഹിഫ്ള് പഠിച്ചു വന്ന കുട്ടികളിലാണ് ഫൈനലിൽ വന്ന 80%. കൃത്യമായി ഖുർആനിന്റെ തർജുമ, അർത്ഥം, ഖുർആനിന്റെ തഫ്സീർ കൃത്യമായി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മളായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ. അല്ലെങ്കിൽ ഒരിക്കലും ഹിഫ്ളും അതിന്റെ പൂർണ്ണമായ രീതിയിലും അർത്ഥമാശയം അതിന്റെ പൂർണ്ണമായ രീതിയിൽ പഠിച്ച് മത്സരിക്കാൻ സാധിക്കൂല. മത്സരിച്ചിട്ട് ഫൈനലിൽ വന്ന 80% കുട്ടികൾ നമ്മളെ മദ്രസകളാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കുറവാണ്, അല്ലെങ്കിൽ കുറവാണ്.
അപ്പൊ അത് നമ്മൾ സന്തോഷിക്കണം. ഇത്ര കൃത്യമായി 1-ാം വർഷം മുതൽ 7-ാം വർഷം വരെ ഖുർആനായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഖിറാഅത്താണെങ്കിലും അതിന്റെ തജ്വീദാണെങ്കിലും അതിന്റെ ഉസൂലാണെങ്കിലും അതിന്റെ തഫ്സീറാണെങ്കിലും അതിന്റെ തർജുമാണെങ്കിലും അതായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെ ഇൽമുകളാണെങ്കിലും കൃത്യമായി നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഇത്ര വലിയൊരു നേട്ടം അവർക്കുണ്ടായത്. അതിന്റെ പുറമെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഹദീസിന്റെ പഠനം, ദൗറത്തുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ വർഷം ഉണ്ട്. അതിൽ ഏകദേശം ഒരു കുട്ടി പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂദാവൂദ്, ഇബ്നു മാജ, നസൈ, അതിന് കൂടാതെ മുവത്ത ഇമാം മാലിക്, മുവത്ത ഇമാം മുഹമ്മദ് തഹാവി, വേറെ ഗ്രന്ഥങ്ങളും ആ വർഷം പഠിക്കും. പൂർണ്ണമായി പഠിപ്പിക്കപ്പെടുന്നത് നമ്മളെ മദ്രസകളിൽ മാത്രമാണ്. ഇത് ഫാക്റ്റാണ്, ഇതൊരു ഹഖീഖത്താണ്, ഇത് വെറുതെ പറയല്ല. പൂർണ്ണമായി എന്ന് വെച്ചാൽ ആ കിതാബിന്റെ കട്ടി നിങ്ങൾ കാണണം. അതിന്റെ സനദും അതിന്റെ മത്തനും 1 മുതൽ അവസാനം വരെ. പല മദ്രസകളിൽ എങ്ങനെയെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഭാഗം പഠിപ്പിക്കും. നമ്മളെ മദ്രസയിലും 7-ാമത്തെ വർഷം അതിന്റെ ഭാഗം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ദേവബന്ദിലേക്ക് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. ആ വർഷമാണ് അവർ പൂർണ്ണമായി ഗ്രന്ഥങ്ങൾ പഠിക്കുക. അതിന്റെ മുമ്പ്, ആ വർഷത്തിന്റെ മുമ്പ് മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്, അത് പൂർണ്ണമായി പഠിക്കും. ബുലൂഗുൽ മറാം വേറൊരു ഗ്രന്ഥം ഹദീസിന്റെ, അതും പൂർണ്ണമായി പഠിക്കും. റിയാദുസ് സാലിഹിൻ അതും പൂർണ്ണമായി പഠിക്കും. അർബഈൻ അതും പൂർണ്ണമായി പഠിക്കും. സാദു താലിബിൻ അതും. അപ്പൊ ഹദീസിന്റെ പഠനം, ഖുർആനിന്റെ പഠനം, നമ്മൾ അസൽ, അതേപോലെ ഫിഖിന്റെ പഠനം, ഇത് 1-ാം വർഷം മുതൽ 7-ാം വർഷം വരെ എല്ലാ വർഷങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. കൂടാതെ അതിന്റെ ഓർമ്മിച്ചു വെക്കാൻ, അതിന്റെ ഹിഫ്ള്, അതിന്റെ മുഹദ്ദിസീങ്ങളെ തറാജിമുകള്, അവരുടെ അവസ്ഥകള്, മുഫസ്സിരീങ്ങള്, സഹാബാക്കൾ, ഇതും അതിന്റെ കൂട്ടത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു രീതിയിൽ ദാവത്തിന്റെ മദ്രസ ആണെങ്കിലും ഇൽമിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്താൻ അതിനുള്ള ഉലൂമുകൾ എന്തൊക്കെയാണ് ആവശ്യം, അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ദാവത്തിൽ ഷേബാത്തുണ്ട്, അല്ലെങ്കിൽ താലീമുണ്ട്, താലീമിൽ 2 കിതാബുകൾ ഉണ്ടാവും, പറയുന്ന കാര്യം തന്നെ പറയുന്നുണ്ട്. അത് ദാവത്തിന്റെ ശൈലിയാണ്. മദ്രസയിൽ വേറെ ഏത് മദ്രസ ആണെങ്കിലും, ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, ഏത് ജാമ്യ ആണെങ്കിലും അവരൊക്കെ സഫ് ബൈ സഫ് നിൽക്കാനുള്ള എല്ലാ പഠനങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ മദ്രസയിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ അത് പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്കുള്ള ട്രെയിനിങ്ങും നമ്മൾ മദ്രസയിൽ നൽകപ്പെടുന്നുണ്ട്. നമ്മളൊരു വലിയ വിഷയം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ ചേർക്കും. അൽഹംദുലില്ലാഹ് നിങ്ങളെല്ലാവരും റമളാന് ശേഷം ചേർക്കും. 7 വർഷം നമ്മളെ മക്കള്, നമ്മളെ കുട്ടികൾ പഠിക്കും. പക്ഷെ ആ 7 വർഷം അവരെന്താ പഠിക്കുന്നത് നമ്മൾക്കറിയില്ല. പലപ്പോൾ ആൾക്കാർ ഒന്ന് പറയും ഉസ്താദന്മാർക്ക് ട്രെയിനിങ് വേണം. ഉസ്താദന്മാർക്ക് ട്രെയിനിങ് തുടങ്ങിയിട്ട് 10-12 വർഷമായി. നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ്, പൊതു ട്രെയിനിങ് അത് വേറെ. വിഷയങ്ങൾ എങ്ങനെ പഠിപ്പിക്കണം അതിന് ട്രെയിനിങ് ഉണ്ട്. ഈ വർഷം, എല്ലാ വർഷം നമ്മൾ മദ്രസ തുടങ്ങുന്നത് ഷവ്വാലാണ്. ഷവ്വാൽ 9, 10, 11 ആ ഡേറ്റുകളിലാണ് തുടങ്ങുന്നത്. എല്ലാ മദ്രസകൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ മദ്രസകൾ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ 2 ദിവസം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും. ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം അവർക്ക് 3 ക്ലാസ്സുകൾ ട്രെയിനിങ്ങിന്റെ സെഷനാണ്, 3 ക്ലാസ്സുകൾ തർബിയത്തിന്റെ സെഷനാണ്. ഈ വർഷം ട്രെയിനിങ്ങിൽ തീരുമാനിക്കപ്പെട്ട നഹ്വുണ്ട്, സർഫുണ്ട്, താരീഖുണ്ട്. ഇതൊക്കെ ഒരു റൗണ്ട് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ 2nd റൗണ്ടാണ്, അപ്ഡേഷൻ ആണ്. അപ്പൊ ഇതൊക്കെ എവിടെ നടക്കുന്നുണ്ട്? നമ്മൾ മദ്രസകൾ നടക്കുന്നുണ്ട്. നമ്മൾ അത് അറിയാതെ പോരുത്. അൽഹംദുലില്ലാഹ് ബാക്കി കുട്ടികൾക്ക് ഏറ്റവും നല്ല ആലിമാവാൻ ഖുർആനും ഹദീസും ഫിഖ്ഹും താരീഖും എല്ലാം പൂർണ്ണമായ രൂപത്തിൽ നല്ല രീതിയിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങൾ മദ്രസകളിലുണ്ട്. അതിനുള്ള ഉസ്താദന്മാരും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തഖസ്സുസ് ചെയ്ത് സ്പെഷ്യലൈസേഷൻ ചെയ്ത് ഉസ്താദന്മാരും നമ്മൾ മദ്രസയിലുണ്ട്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട നമ്മളിപ്പം ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയം സ്കൂൾ പഠനമാണ്. സ്കൂൾ പഠനം എല്ലാ രക്ഷിതാവിനും വലിയ ഒരു ടെൻഷൻ ഉള്ള അല്ലെങ്കിൽ ചിന്ത ഉള്ള ഒരു വിഷയമാണ്.
കാരണം രക്ഷിതാവിന് ചിലപ്പോൾ അതിനെ പറ്റി അത് അൽഹംദുലില്ലാഹ് കിട്ടിയാൽ നല്ലതെന്ന് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഉമ്മാക്ക് വലിയ നിർബന്ധം ഉണ്ടാവും. അതിന് ഉപ്പാക്കും ഉമ്മാക്ക് ഉണ്ടെങ്കിൽ ചില കുടുംബക്കാർക്ക് വലിയ നിർബന്ധം ഉണ്ടാവും. സ്കൂളില്ലേ, സ്കൂൾ എത്ര പഠിക്കുന്നു, സ്കൂൾ പഠിക്കാതെ എങ്ങനെ, സർട്ടിഫിക്കറ്റ് കിട്ടാതെ എങ്ങനെ, SSLC കിട്ടാതെ എങ്ങനെ, ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു പേടി, ഭീകരത മനസ്സിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സംഗതി, നമ്മളെ നിയ്യത്ത് എന്താണ്. നമ്മളെ സിലബസിന്റെ പറ്റി, നമ്മളെ മദ്രസകളെ പറ്റി, ഇതിന്റെ ലക്ഷ്യത്തിന്റെ പറ്റി വളരെ കൃത്യമായി എഴുതപ്പെട്ട കിതാബുകളുണ്ട്. നമ്മളെ മഹാന്മാരായ ഉലമാക്കൾ അതിൽ വ്യക്തമായവർ എഴുതുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഈ മദ്രസയുടെ ഉദ്ദേശം, മദ്രസകളുടെ ഉദ്ദേശം ആദ്യം പറഞ്ഞ കാര്യമാണ്. സ്കൂൾ പഠനം അല്ല, സ്കൂൾ പഠിപ്പിക്കാനല്ല, അത് ഉദ്ദേശമല്ല, അത് ഉദ്ദേശത്തിലില്ല. നമ്മൾ സ്കൂൾ പഠിപ്പിക്കണം എന്ന് നിർബന്ധമായി പറയുന്ന സ്ഥാപനങ്ങൾ കൂടിയാണ്. എങ്കിലും നമ്മളെ നിയ്യത്ത് ഈ സ്കൂൾ പഠനം കൊണ്ട് അവർക്ക് അവരുടെ മഈശത്തിനൊരു മാർഗമാവുമെന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. മഈശത്തിന്റെ മാർഗത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇതിന് പ്രയോജനം ഉണ്ടാവും, സഹായമാവും എന്നൊരു ലക്ഷ്യം, അതിന് 1% ലക്ഷ്യം കൂടി നമുക്ക് ഉണ്ടെങ്കിൽ അത് അപകടമാണ്. നമ്മളിവിടെ സ്കൂൾ പഠിപ്പിക്കുന്നതും ഡിഗ്രി പഠിപ്പിക്കുന്നതും മഈശത്തിന് വേണ്ടിയല്ല. അല്ല, നമ്മളിവിടെ സ്കൂൾ പഠിപ്പിക്കുന്നതും ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ മദ്രസകളിൽ സ്കൂൾ പഠിപ്പിക്കപ്പെടുന്നതും ഡിഗ്രി പഠിപ്പിക്കപ്പെടുന്നതും അവർക്ക് നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന്, കാരണം ഭാഷ പഠിക്കൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. രണ്ടാമത്തേത്, ഈ ഒരു എല്ലാ കാലഘട്ടത്തിനും ഒരു ലുഗത്തുണ്ടാവും, ഒരു ഭാഷ ഉണ്ടാവും, പൊതുജനങ്ങൾ സംസാരിക്കുന്നത്, ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചകൾ മനസ്സിലാക്കാനും, ആ ഫിത്നകൾ മനസ്സിലാക്കാനും, ആ ഭാഷ മനസ്സിലാക്കാനും അതിനു വേണ്ടി കൂടിയാണ് നമ്മളെ സ്ഥാപനങ്ങളിൽ സ്കൂളിന്റെ പഠനവും ഡിഗ്രി പഠനമുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മൾ പഠിക്കുന്ന ഇൽം, വഹി, ഖുർആനും സുന്നത്ത്, ഇത് പൊതുജനങ്ങൾക്ക്, ഉമ്മത്തിന് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനുള്ള ഭാഷ ആവശ്യം അവർക്ക് എന്താണോ അതിനുള്ള ഒരു സ്കില്ലും അതിൻ്റെ ഒരു പഠനമാണ് നമ്മൾ മദ്രസകളിലും നമ്മളെ ജാമിയാത്തുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പം സ്കൂൾ പഠനം എന്ന് പറയുമ്പോൾ സാധാരണ ഹിഫ്ള് പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥി ഒരു പക്ഷേ 10ാം ക്ലാസ് എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ 10ാം ക്ലാസ് എഴുതിയിട്ടുണ്ടാവില്ല. നമ്മളെല്ലാ മദ്രസകളിലും 10ാം ക്ലാസ് എഴുതുന്നുണ്ട്. ചില മദ്രസകളിൽ സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും. സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആണ്. സ്റ്റേറ്റിന്റെ ബാക്കി എല്ലാ സ്കൂളുകളിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പോലെ അവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും, ചിലപ്പോൾ മലയാളം മീഡിയം ആയിരിക്കും. അത് മദ്രസകളുടെ സൗകര്യം പോലെ ആയിരിക്കും. ചില മദ്രസകളിൽ NIOS എന്ന് പറഞ്ഞിട്ടുള്ള, അത് എല്ലാവർക്കും ഇപ്പൊ പരിചയമുള്ള സംഗതിയാണ്, ഓപ്പൺ സ്കൂളിംഗ് ആണ്. ഈ NIOS ആണ് കൂടുതൽ സ്ഥാപനങ്ങളിൽ ഉള്ളത്. NIOS എന്ന് പറഞ്ഞാൽ CBSEന്റെ ഓപ്പൺ സ്കൂളിംഗ് ആണ്. CBSEന്റെ ഓപ്പൺ സ്കൂളിംഗ് ആണ് NIOS. അത് ആർക്കും ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ പഠിക്കാൻ സൗകര്യമില്ലാത്ത, പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് പഠിക്കാനുള്ള സംഗതിയല്ല. നമ്മളെ സ്റ്റേറ്റ് സിലബസിന് എന്ത് അംഗീകാരമാണോ ഉള്ളത്, അല്ലെങ്കിൽ CBSEക്ക് എന്ത് അംഗീകാരമാണ് ഉള്ളത്, അതേ അംഗീകാരമാണ് ഈ പറയപ്പെട്ട NIOSനുള്ളത്. അപ്പൊ അതിലെ എല്ലാ മദ്രസകൾ അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 10ാം ക്ലാസ് അതും ചില മദ്രസകൾ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാവും, ചില മദ്രസകളിൽ മലയാളം മീഡിയം ഉണ്ടാവും. അതില് മാത്സും സയൻസ് ഇത്ര വിഷയങ്ങൾ എടുത്താൽ അവർക്ക് പിന്നെ അതിനുശേഷം ഏകദേശം 2ാം വർഷം 3ാം വർഷം കിതാബിൽ എത്തുന്ന സമയത്ത് ഇത് പൂർത്തിയാവും. പൂർത്തിയായതിനു ശേഷം പിന്നെ അവർക്കുള്ള സാധാരണ കുട്ടികൾ പഠിക്കുന്ന +1 +2 ആണ്. ഈ +1 +2 ചില സ്ഥാപനങ്ങളിൽ ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ് സിലബസിന്റെ തന്നെ
+1 +2 എഴുതാറുണ്ട്. അതിൽ കൂടുതൽ ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കല്. കാരണം അതാണ് മദ്രസ പഠനം കോംപ്രമൈസ് ചെയ്യാതെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതി. ചില സ്ഥാപനങ്ങളിൽ NIOSന്റെ തന്നെ +1 +2 ഉണ്ട്. അത് ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. ചില സ്ഥാപനങ്ങളിൽ അഫ്ദലുൽ ഉലമാന്റെ പ്രിലി ഉണ്ട്. ഇതൊക്കെ ഒരേ അംഗീകാരമുള്ള സംഗതിയാണ്. മദ്രസകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുട്ടികൾക്ക് കഴിവുണ്ടാവാൻ വേണ്ടി എന്താണ് ഉപകാരപ്പെടുന്നത്, ഭാഷ ആണെങ്കിലും കണക്കാണെങ്കിലും അത് പഠിപ്പിക്കും. അത് പഠിച്ചതിന് ശേഷം മദ്രസയുടെ തർബിയത്ത്, മദ്രസയുടെ പഠനം, മദ്രസയുടെ രീതി, ഇതിനൊന്നും കോംപ്രമൈസ് വരാത്ത രീതിയിൽ എന്താണോ എളുപ്പത്തിൽ സ്വീകരിക്കാൻ പെടുന്നത് ഈ പറയപ്പെട്ട കോഴ്സുകളിൽ നിന്ന് അത് തിരഞ്ഞെടുക്കും. കാരണം അസൽ മദ്രസ പഠനമാണ്. അത് എടുത്തിട്ട് മദ്രസയിൽ മാറ്റം വരാണ്, സ്വഭാവത്തിൽ മാറ്റം വരാണ്, അമലുകളിൽ മാറ്റം വരാണ്, ലക്ഷ്യങ്ങളിൽ മാറ്റം വരാണ്. പിന്നെ അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അവർ +1 +2 കൂടി കഴിഞ്ഞു. ഇതിന് ശേഷം പിന്നെ വരുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി ആണെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ ചില കുട്ടികൾ BA ഇംഗ്ലീഷ് ചെയ്യും, ചില BA അറബിക്ക് ചെയ്യും, ചിലത് അഫ്ദലുൽ ഉലമാന്റെ ഡിഗ്രി ചെയ്യും. അഫ്ദലുൽ ഉലമാൻ ഡിഗ്രി ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ അതിൽ ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ടാവും. കൂടാതെ ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ അറബിയിലാണ്. അത് ഓൾറെഡി നമ്മൾ കുട്ടികൾ ഒന്നിക്കെ പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പഠിച്ച് തീർന്നിട്ടുണ്ടാവും. ഇത് എളുപ്പത്തിൽ അവർക്ക് തീർക്കാൻ പറ്റും. അപ്പൊ ചില സ്ഥാപനങ്ങളിൽ ഈ പറയപ്പെട്ട ഡിഗ്രി റെഗുലർ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ അടുത്ത ഏതെങ്കിലും ഡിഗ്രി കോളേജസ് ഉണ്ടെങ്കിൽ അവരടുത്ത് സംസാരിച്ച് കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കും, ആ സ്ഥാപനത്തിൽ തന്നെ നിൽക്കും. എക്സാമിന് വേണ്ടി മാത്രം ചിലപ്പോൾ പോയി എക്സാം എഴുതി വരേണ്ടി വരും. അപ്പൊ വലിയ കുട്ടികളെയും സ്ഥാപനത്തിന് ബാധിക്കില്ല. അങ്ങനെ സൗകര്യം ഇല്ലാത്ത സ്ഥാപനങ്ങൾ അവർ ഓപ്പൺ ആയിട്ട് ഇത് ചെയ്യും. അപ്പൊ ഇതൊക്കെ ചെയ്താലുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ അവർക്ക് പുറത്ത് യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കാൻ പറ്റും. പുറത്തിപ്പം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമ്മളെ നെഹ്ജിലുള്ള യൂണിവേഴ്സിറ്റീസ് തന്നെ ഉണ്ട്. അതിൽ തന്നെ അവർക്ക് തുർക്കി പോലത്തെ, മലേഷ്യ പോലത്തെ സ്ഥാപനങ്ങൾ സൗകര്യമുണ്ടെങ്കിൽ പോയി പഠിക്കാൻ പറ്റും. പക്ഷെ അത് ലക്ഷ്യമല്ല. ലക്ഷ്യം നമ്മളിത് വെച്ചുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ, അത് മലയാളം ഭാഷ ആണെങ്കിലും അറബി ഭാഷ ആണെങ്കിലും ഉറുദു ഭാഷ ആണെങ്കിലും ഇംഗ്ലീഷ് ഭാഷ ആണെങ്കിലും, അത് വായിക്കാനും അതിൽ വരുന്ന കണ്ടന്റ് മനസ്സിലാക്കാനും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീനിന്റെ ദഅവത്തും ദീനിന്റെ തബ്ലീഗും ദീനിന്റെ ഇഷാദും ഹിഫാസത്തൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല, ഒരു ബേജാറിന് ആവശ്യമില്ല. എന്നൊരു മദ്രസയിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. കാരണം ഇതൊക്കെ പഠിക്കാൻ പറ്റും. അത്ര സൗകര്യമാണ് ഈ കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ആക്കി തന്നിട്ടുള്ള ഗവൺമെന്റ്. ഏത് സമയത്തും ഏത് കാലത്തും ഏത് വയസ്സിനും പഠിക്കാൻ പറ്റും. ഇനൊരു ആലിമ 20 വർഷം 21 വർഷമായി അതിനുശേഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻക്കും പഠിക്കാം. പണ്ടത്തെ പോലെ ഒരു നിബന്ധനകളില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വിചാരിച്ചിട്ട് ടെൻഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് മദ്രസ പഠനം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് ഭാഷ ഉണ്ടാകുമ്പോൾ ഒരു ഗുണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി സഹാബാക്കളെ ഏൽപ്പിച്ചു. യുവാക്കളായ കഴിവുള്ള സഹാബാക്കളെ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. എന്തിനു വേണ്ടി? ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി. അപ്പൊ ഈ ഭാഷകൾ അവർ പഠിക്കുന്നുണ്ടോ? ഭാഷ പഠിച്ചാൽ തന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ഏത് സദസ്സിൽ കയറി സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ അവർക്ക് ധൈര്യമുണ്ടാവും. എൻ്റെ ഉസ്താദ് ഉണ്ട്, ഷെയ്ഖുൽ ഹദീസ് ഹസ്രത്ത് മൗലാന മുഫ്തി റദാഉൽ അഖ്സാബ് ദാമത്ത് ബറകാത്തും. ബുഖാരി ഷരീഫും പ്രധാനപ്പെട്ട കിതാബുകൾ എന്നെ പഠിപ്പിച്ച ഉസ്താദ്. അള്ളാഹു ഉസ്താദിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഉസ്താദ് ശിഷ്യനാണ് ഹസ്രത്ത് മൗലാന യൂസുഫ് ബിന്നൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. മൗലാന യൂസുഫ് ബിന്നൂർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് വെച്ചാൽ അയൽ രാജ്യത്തിന്റെ ഒരു വലിയ സ്ഥാപനം തുടങ്ങിയ ഒരു മഹാനാണ്, ബെന്നൂരി ടൗൺ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ഹസ്രത്ത് മൗലാന ഷാ അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെ ദ്യോബന്ദി പണ്ഡിതന്മാരിൽ ഒരു വലിയ മഹാനാണ്. അദ്ദേഹത്തിന് ഇപ്പം പറയാനൊന്നും സമയമില്ല. ഉസ്താദ് തഖസ്സുസ് പഠിക്കുന്ന സമയത്ത് മൗലാന യൂസുഫ് ബിന്നൂർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നീ ഇംഗ്ലീഷ് കൂടി പഠിക്കണമെന്ന്.
ഉസ്താദ് പെഷാവർ പട്ടാനിയാണ്. പുഷ്തു സംസാരിക്കും, പിന്നെ അറബി സംസാരിക്കും, ഉറുദു സംസാരിക്കും. ഉസ്താദ് 1970കളിലാണ്. ഉസ്താദ് വിചാരിച്ച് ഞാനിപ്പം ഇവിടെ എത്തിയ, കറാച്ചിയിൽ എത്തിയ അള്ളാഹുവിന്റെ തൗഫീഖാണ്, ഇതിനപ്പുറം ഞാനിക്കൊന്നും പോവാനില്ല, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്ത് ചെയ്യും? ഉസ്താദിന്റെ കൂട്ടത്തിൽ വേറൊരു മൗലാന ഉണ്ടായിരുന്നു, ഉസ്താദിന്റെ കൂട്ടുകാരൻ മൗലാന മുംതാസുൽ ഹഖ് റഹിമഹുല്ലാഹ് വഫാത്തായി. അദ്ദേഹത്തിന്റെ അടുത്തും പറഞ്ഞു, ഇത് രണ്ട് തഖസ്സുസ് ഒരുമിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും ഇംഗ്ലീഷ് പഠിക്കണം. അത് ഇംഗ്ലീഷ് പഠിച്ചു, ഉസ്താദ് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ മൗലാന മുംതാസുൽ ഹഖിന് തഖാസ വന്നു, അമേരിക്ക. അദ്ദേഹം അമേരിക്ക പോയി. നമ്മൾ ഉസ്താദിന് തഖാസ വന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ഉസ്താദ് സൗത്ത് ആഫ്രിക്കയിലും. സൗത്ത് ആഫ്രിക്കയിൽ പോയതിനു ശേഷം പിന്നെ ഉസ്താദ് നമ്മുടെ അടുത്ത് പറഞ്ഞു, അന്ന് ഉസ്താദ് പറഞ്ഞപ്പം എനിക്കത് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്ത് ചെയ്യും. പക്ഷെ ഇപ്പൊ എനിക്ക് അഥവാ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടി എനിക്ക് എന്തെങ്കിലും കൂടുതൽ ഖിദ്മത്ത് ചെയ്യാൻ, കാരണം ഇതിലിപ്പോ എല്ലാ സംസാരം തർജ്ജമ ചെയ്യണം, കിതാബുകൾ ഉറുദുവിൽ എഴുതണം, ഒന്നും കൂടി ആൾക്കാരുടെ ബന്ധപ്പെടാനും ദീനിന്റെ തഖാസകൾ പൂർത്തിയാക്കാനും എളുപ്പമായിരുന്നു. അപ്പൊ ഭാഷ പഠിക്കൽ ഒരു വലിയ അത്യാവശ്യമാണ്. നല്ല രീതിയിൽ, അതിന്റെ പൂർണ്ണമായ രീതിയിൽ, അതിൻ്റെതായ ശൈലിയിലും രീതിയിലും. അത് അൽഹംദുലില്ലാ നമ്മുടെ മദ്രസകളിൽ സമാജം മുഖേന, സെമിനാറുകൾ മുഖേന, ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ മുഖേന നല്ല രീതിയിൽ എല്ലാ മദ്രസകളിൽ അത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളെ സ്കൂൾ പഠനം അതും നല്ല രീതിയിൽ, പൂർണ്ണമായ രീതിയിൽ നമ്മൾ മദ്രസകളിൽ ഉണ്ട്. പല കോലത്തിലാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനത്തെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ ഓരോരോ മദ്രസക്കാർ അവർക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ, ചില മദ്രസക്കാർ ട്യൂഷൻ മാത്രം കൊടുക്കും, എക്സാമിന് വേണ്ടി മാത്രം പോകും. ചില മദ്രസക്കാർ ബാഖായിദ 8, 9, 10 പഠിപ്പിക്കും. പക്ഷെ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കുട്ടികളുടെ തർബിയത്തിൽ, കുട്ടികളുടെ ലക്ഷ്യത്തിൽ. വലിയ പേടിയാണ്. ഞാനിപ്പം ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ചിന്തിച്ചു, നമ്മളെ മഹാന്മാര് ചെയ്യാത്തൊരു സംഗതിയാണ്. നമ്മളെ മഹാന്മാർ ചെയ്തില്ല, ഈ മദ്രസയിലൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ പഠിച്ച മദ്രസയിലും ഉണ്ടായിട്ടില്ല. നമ്മളത് അവര് ചെയ്യാത്തൊരു കാര്യം ചെയ്യാണ്. ഇപ്പൊ മൗലാന അബുൽ ഹസൻ അൽ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹിനെ പറ്റി പറഞ്ഞല്ലോ. മൗലാന പറയുമായിരുന്നു, ഹർ മദ്രസെ കാ उसके जमाने के सुलहा और अहलुल्लाह से ताल्लुक जरूरी है. ഓരോരു മദ്രസക്കും ആ കാലത്തുള്ള അള്ളാഹുവിന്റെ അടുപ്പമുള്ള അടിമകളായിട്ട്, സുലഹാക്കളായിട്ട്, ഉഖ്റവേ ഉലമാക്കളായിട്ട് ബന്ധം നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഇസ്തറാഗർ താല്ലുഖ് ഹോഗാ തോ ഫിത്നെ സെ ദൂർ രഹേംഗെ. ഇങ്ങനത്തെ ബന്ധമുണ്ടെങ്കിൽ ഫിത്നകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. നമ്മൾ കാണുന്നത് 5 വർഷമല്ല, എന്റെ മോന്റെ ഭാവി നമ്മൾ കാണും. എന്റെ മോൻക്ക് ഇംഗ്ലീഷ് പഠിക്കണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, നമുക്ക് അതേ കാണും, അതിനപ്പുറം നമുക്ക് കാണൂല. പക്ഷെ മഹാന്മാരെ ഉലമാക്കൾ അത് മാത്രമല്ല കണ്ട്. നമ്മളെ ഉലമാക്കളിൽ, നമ്മളെ വിദ്യാർത്ഥികളിൽ ഒരു ചിട്ടുണ്ട്. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. കാരണം ഇവിടെ പല പരിപാടികൾ നടക്കാറുണ്ട്. പല പരിപാടികൾ പല പ്രസ്ഥാനക്കാർ നടത്തുമ്പം അവർ പറയും, നിങ്ങളെ കുട്ടികളിൽ ഒരു ചിട്ട, നിങ്ങളെ കുട്ടികളിൽ ഒരു തർബിയത്ത്. അപ്പൊ ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? നമ്മളെ മഹാന്മാർ മദ്രസകൾ എങ്ങനെ നടക്കണം എന്ന് കാണിച്ചത് കൊണ്ടാണല്ലോ. എല്ലാവരും പറയുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് അവർ അങ്ങനെ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോഴും അതിനെന്തെങ്കിലും ബാക്കിയുള്ളത്. ഇപ്പം മദ്രസകളിൽ മാറ്റം വരുന്നുണ്ട്, തഖാസ ഉണ്ട്. പക്ഷെ തഖാസകൾ ഉലമാക്കളുടെ മശ്വറവും മുതിർന്ന ഉലമാക്കളുടെ മശ്വറ അനുസരിച്ചിട്ടില്ല എങ്കിൽ അത് അപകടം കൂടിയാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട നമ്മളെ മകന്റെ ഭാവി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇല്ല. നമ്മള് മദ്രസകളിൽ നമ്മൾ കുട്ടികളെ ചേർത്തുന്ന സമയത്ത് ദീനിയായി, ദായിയായ, ഉഖ്റവിയായ ആലിമാവണം എന്നാണ് നമ്മൾ ലക്ഷ്യം. അതിൽ ഭാഷ കിട്ടിയാൽ അൽഹംദുലില്ലാ, വളരെ നല്ലത്. ഞാൻ അതിൽ കുറച്ചൊരു കോംപ്രമൈസ് വന്നാലും യാതൊരു കുഴപ്പമില്ല, അത് പിന്നീട് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഒരുപാട് രക്ഷിതാക്കൾ നമ്മളെ ഈ മദ്രസയിൽ ഹിഫ്ള് പഠിപ്പിച്ചിട്ട് കിതാബ് പഠിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്തും കിതാബ് പഠിക്കുന്ന സമയത്തും ഈ ഒരു കാരണം പറഞ്ഞിട്ട് പോയവരുണ്ട്.
പക്ഷെ സത്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഈ സിലബസ് പഠിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ അവർക്ക് എത്രയോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സലാഹിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. മുഫ്തി തഖി ഉസ്മാനി ദാമത്ത് ബറകാത്തുഹു വലിയ മഹാനാണ്. അദ്ദേഹം ഇതേ മദ്രസയിലാണ് പഠിച്ചത്. ഇതേ മദ്രസയിൽ അദ്ദേഹം അയൽ രാജ്യത്തിന്റെ സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസായി. അപ്പൊ ഇത് കറക്റ്റ് പഠിച്ചാൽ, ഈ പറയപ്പെടുന്ന ഉലൂമുകൾ കറക്റ്റ് പഠിച്ചാൽ 100% അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി എല്ലാ പഠിക്കാനുള്ള കഴിവുകൾ ഇതിൽ ആ കുട്ടിക്ക് കൊടുക്കും. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കണം. പക്ഷെ അത് പറഞ്ഞെന്ന് വെച്ചിട്ട് മറ്റേതൊന്നും വേണ്ട എന്നൊരു വാദം നമുക്കുമില്ല, ആർക്കുമില്ല, ഒരു മദ്രസയിലും ഇല്ല. എല്ലാ മദ്രസയിൽ ട്യൂഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ബാക്കായത് ഈ പറയപ്പെട്ട ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ 10th സ്റ്റേറ്റോ NISO അല്ലെങ്കിൽ അഫ്ദൽ പ്രീലോ ഇതൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മള് മദ്രസയിൽ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ പോയി മനസ്സിലാക്കാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ദീനീ പഠനം എങ്ങനെയാണ്. ഈ പറയപ്പെടുന്ന നമ്മളൊരു ദ്യോബന്ദി എന്ന് പറയപ്പെടുന്ന ഈ മദ്രസകൾ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തൊരു വലിയ അനുഗ്രഹമാണ്. ഇന്നലെ നമ്മൾ ദ്യോബന്ദ് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു വലിയ മഹാനുണ്ട്, ഹസ്രത്ത് മൗലാന സൽമാൻ ബിജ്നൂരി ദാമത്ത് ബറകാത്തുഹു. അവിടുത്തെ ദൗറത്തുൽ ഹദീസിന്റെ ഉസ്താദാണ്. അവര് പറഞ്ഞു 150 വർഷങ്ങൾക്ക് മുമ്പ് ദ്യോബന്ദ് മദ്രസ തുടങ്ങുന്നത് ഒരു ചെറിയ പള്ളിയും ഒരു അനാർക്കി ദറഖ്ത് നീച്ചെ ഒരു ഉസ്താദും ഒരു ശിഷ്യനും, ഒരു ഉസ്താദ് ഒരു ശിഷ്യൻ മാത്രം, മൗലാന മഹ്മൂദ് എന്ന ശിഷ്യനും മഹ്മൂദ് എന്ന ഉസ്താദും കൂടിയാണ് തുടങ്ങുന്നത് 150 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പം അതിന്റെ ഗുണവും അതിന്റെ ഫലവും എല്ലാ കോണ്ടിനെന്റിൽ എത്തിയിട്ടുണ്ട്, രാജ്യങ്ങളിലല്ല, ദുനിയാവിന്റെ എല്ലാ രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ എവിടേക്കാണോ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും. ദാവത്തിന്റെ മുബാറക്കായ പരിശ്രമം, അതിന്റെ ബുനിയാദ്, അതിന്റെ അടിസ്ഥാനം ഇഖ്ലാസാണ്. അപ്പൊ നമ്മൾ കുട്ടികളെ കിതാബിലേക്ക് ആലിം കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടുണ്ടാവേണ്ട ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ബർക്കത്തുണ്ടാവും, അതിൽ 100 ഉണ്ടാവും. അല്ലെങ്കിൽ ഭാഷ പഠിക്കും, BA പഠിക്കും, പിന്നെ ടൈപ്പിംഗ് പഠിക്കും, എവിടെങ്കിലും ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യും, ദീനിന്റെ ഖിദ്മത്തിന് കിട്ടൂല. അപ്പൊ നമ്മൾ ഇഖ്ലാസും നമ്മൾ കറക്റ്റായി അതിനെ നോക്കിയിട്ടില്ല എങ്കിൽ, ഇതൊക്കെ പഠിച്ചതിന് ശേഷം ദീനിയായ ഖിദ്മത്തിന് നമ്മൾ മക്കളെ കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ബാലൻസ് ആയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ദുനിയാവിന്റെ പഠനം നല്ല രീതിയിൽ, ഭാഷാ പഠനം, ദുനിയാവിന്റെ പഠനമല്ല, ദീനിന് സഹായിക്കുന്ന ദുനിയാവിന്റെ പഠനം, അത് നല്ല രീതിയിൽ നമ്മൾ മദ്രസകളിൽ ഉണ്ട്. പക്ഷേ അത് ലക്ഷ്യമല്ല, അതല്ല നിയ്യത്ത് ദീനിന്റെ ഖിദ്മത്താണ്. ആ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ഇത് എങ്ങനെയൊക്കെയാണോ അവർക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുന്നത്, ആ ഉപകാരപ്പെടുത്താൻ പറ്റുന്ന രീതികളൊക്കെ മദ്രസകളിലുണ്ട്. ഈ ഭാഷ കൊണ്ട് ഒന്നിക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുക, ജമാഅത്ത് പോവാ, കിതാബുകൾ എഴുതാ, അല്ലെങ്കിൽ എവിടെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഡോക്യുമെന്റിന് ട്രാൻസ്ലേഷനും ചെയ്യാം. അപ്പൊ ഇത് രണ്ടും ചെയ്യാം. ഇതിന്റെ അടിസ്ഥാനം നമ്മൾ ഇഖ്ലാസ് ആയിരിക്കും, നമ്മളെ നിയ്യത്തായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത സെഷൻ 11:00-ക്കാണ്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ചായ ഒക്കെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട മഖ്ബൂൽ ഉസ്താദിന്റെ സംസാരമാണ്. ഉസ്താദ് എത്തിയിട്ടുണ്ട്. അത് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദിക്കാനോ മനസ്സിലാക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. ചില സ്ഥാപനങ്ങളിൽ, വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളാണ്, 5 വർഷങ്ങൾ. അതിപ്പം സിലബസിൽ ഒരു ദീനിയായ സിലബസിൽ കുറെ വിഷയങ്ങളുണ്ടാവും. സാധാരണ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ ബിഗിനേഴ്സ് ലെവൽ, ഇന്റർമീഡിയറ്റ്, എക്സ്പേർട്ട്, ഇങ്ങനെ 3 ലെവലാണ്. ഫിഖ് പഠിക്കുന്ന ഒരു കുട്ടി
അറബിയിലേക്ക് വന്നാൽ 3 കിതാബുകൾ പഠിക്കും. ഉംദത്തു സാലിക്, ഫത്ഹുൽ മുഈൻ, കൻസുർ റാഗിബീൻ. ഈ ഉംദത്തു സാലിക് ബിഗിനർ ലെവലിലുള്ള കിതാബാണ്. ഫത്ഹുൽ മുഈൻ ഇന്റർമീഡിയറ്റ് ആണ്. കൻസുർ റാഗിബീൻ എക്സ്പേർട്ട് ആണ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ 5 വർഷങ്ങൾക്ക് ആക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് കുറക്കും, അല്ലെങ്കിൽ അതിനെ പാട്ടായിട്ടേ പഠിപ്പിക്കും. സാധാരണ ഒരു പൂർണ്ണമായ ഒരു ഫന്ന് പഠിക്കണമെങ്കിൽ ഈ 3 ലെവലിലുള്ള കിതാബുകൾ ആ ഫന്നിൽ പഠിക്കണം. അപ്പോഴാണ് അത് ആ ഫന്ന്, ആ സബ്ജക്റ്റ് പൂർണ്ണമായി പഠിക്കാൻ പറ്റും. അപ്പൊ അത് 5 വർഷം വളരെ കുറവാണ് സ്ഥാപനങ്ങൾ. പൊതുവെ 6 അല്ലെങ്കിൽ 7 വർഷമാണ്. 8 വർഷമുള്ള സ്ഥാപനങ്ങളും ഇല്ല. എന്നൊക്കെ 7 വർഷം ഉണ്ടാവും, ഇല്ല 6 വർഷം ഉണ്ടാവും. ചോദിക്കാം ഇൻഷാ അല്ലാഹ്. സ്കൂൾ പഠനം മോശമെന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതിരിക്കണ്ട. അത് മോശമൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം നമ്മൾ അടുത്ത 7 വർഷങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പോവാണ് നമ്മൾ മക്കളെ. അപ്പൊ അതെന്താണ് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. മദ്രസകൾക്ക് പൊതുവെ ഒരു സിസ്റ്റം ഉണ്ട്. അവർക്കവർക്ക് എളുപ്പമുള്ള സൗകര്യമുള്ള സിസ്റ്റമാണ് ഓരോരോ മദ്രസ തിരഞ്ഞെടുക്കുക. ഒറ്റ സിസ്റ്റമേ ഉണ്ടാവും. കാരണം ഒരേ മദ്രസയിൽ 2-3 സിസ്റ്റം ഉണ്ടെങ്കിൽ അത് പ്രയാസമാണ്. ചിലപ്പം ഏതെങ്കിലും ഒരു 1-2 കേസുകൾ അങ്ങനെ വന്നാൽ മദ്രസക്ക് സൗകര്യമുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഏർപ്പാടാക്കും. പൊതുവെ മദ്രസയിൽ ഒറ്റ സിസ്റ്റം. കാരണം അതിനൊരു വിഷയം എന്ന് വെച്ചാൽ ചില മദ്രസകൾക്ക് അടുത്തുള്ള സ്കൂളായിട്ട് ബന്ധമുണ്ടാവും. അപ്പൊ അവിടെ റെഗുലറായിട്ട് പഠിക്കാനുള്ള സൗകര്യം സ്കൂളാറാക്കി തരും. ചില മദ്രസകൾക്ക് അത് ഉണ്ടാവില്ല. ചില മദ്രസകൾക്ക് അത് ഈ വർഷം ഉണ്ടാവും, അടുത്ത വർഷം ഉണ്ടാവില്ല. അതൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അത് ഓരോരോ മദ്രസക്ക് എന്താണോ സൗകര്യം ആ രീതിയിൽ അവർ ചെയ്യും. ചില മദ്രസയിൽ ട്യൂഷൻ മാത്രമേ പഠിപ്പിക്കും. ഉസ്താദ്, ടീച്ചർ വരും, അല്ലെങ്കിൽ സാറ് വരും, പഠിപ്പിക്കും, പോവും. എക്സാമിന് മാത്രം സെന്ററിൽ പോയിട്ട് എക്സാം എഴുതും. ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ച എനിക്ക് വിട്ടുപോയതാണ്. മാഷാ അല്ലാഹ്. നമ്മളെ കുട്ടികള് ഒരു വലിയ ത്യാഗം ചെയ്തിട്ട് ഹാഫിളീങ്ങളായി. അൽഹംദുലില്ലാഹ് ഹാഫിളീങ്ങളാവാൻ പോവാണ്. നമ്മളെ മദ്രസകളിൽ മുമ്പ് ദൗറ എന്ന് പറഞ്ഞ, അതായത് ഇപ്പൊ നമ്മളെ ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് അവർക്ക് ദൗറ ഉണ്ട്. ദൗറ എന്ന് വെച്ചാൽ ഉസ്താദിന് ഖുർആൻ കേൾപ്പിക്കണം ഹാഫിളായതിനു ശേഷം 30 ജുസ്. മുമ്പ് നമ്മളെ മദ്രസകളിൽ ദൗറ പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിട്ടില്ല. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ദൗറ എന്ന് പറഞ്ഞിട്ടില്ല. അത് ഹാഫിളായാൽ സ്വന്തം ഖുർആനിനെ സംരക്ഷിക്കുക, രാവിലും രാത്രിയും ഒക്കെ ഓതി സ്വന്തം നോക്കാം. ഇപ്പൊ മദ്രസകളിൽ നമ്മളെ ഹിഫ്ള് ഉസ്താദന്മാരും കിതാബ് ഉസ്താദന്മാരൊക്കെ മഷൂറ ചെയ്തിട്ട് അവർക്ക് കിതാബ് പഠിക്കുന്ന പീരീഡുകളിൽ തന്നെ 1-ാം വർഷം അവർക്ക് ഒരു പീരീഡ് ദൗറയ്ക്ക് വേണ്ടിയായിരിക്കും. ചില മദ്രസകളിൽ 2-ാം വർഷം ദൗറ ഉണ്ട്, ചില മദ്രസകളിൽ 3-ാം വർഷം ദൗറ ഉണ്ട്. 3-ന്റെ അപ്പുറം പിന്നെ ആരും ദൗറക്ക് പീരീഡ് കൊടുക്കാറില്ല. കാരണം പിന്നെ ബാക്കി സബ്ജക്റ്റുകളൊക്കെ പഠിക്കാനുള്ളത് കൊണ്ട് ആ പീരീഡിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇപ്പം 3 എക്സാംസ് ഉണ്ടാവും. ഈ എക്സാം ഉണ്ടാവാറുണ്ട് ദൗറക്ക്. അതുകൊണ്ട് ഹിഫ്ള് പഠിച്ചാൽ അവർക്ക് ഹിഫ്ള് എളുപ്പത്തിൽ അതിനെ കൊണ്ടു നടക്കാൻ പറ്റും, അതിനെ സംരക്ഷിക്കാൻ പറ്റും. ഇത് കൂടാതെ സുബ്ഹിക്ക് ശേഷം പൊതുവെ എല്ലാ മദ്രസകളിൽ അരമണിക്കൂർ ഖുർആന്റെ തിലാവത്ത് നിർബന്ധമാണ്. അവിടെ അവർക്ക് പഠിച്ച ഹിഫ്ള് സൂക്ഷിക്കാൻ പറ്റും. അതല്ലാതെയും ഈ കുട്ടികൾ ഖുർആന്റെ തർജുമ പഠിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ, ഇത് മനസ്സിലാക്കിയാൽ അഥവാ ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭാഗങ്ങൾ
ഈ മക്കളും കൂടി മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും ഭാഗങ്ങൾ കച്ചായിട്ടുണ്ടെങ്കിൽ അത് ഹാഫിളിന് അറിയും. ആ ഭാഗങ്ങൾ പക്ക ചെയ്യാനുള്ള അവസരം കൂടിയാണ് ഈ ആലിം കോഴ്സ്. ഇപ്പൊ തർജുമ പഠിക്കും, ഖുർആന്റെ അർത്ഥം പഠിക്കും. അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ദിവസം ഒരു പേജ് 1.5 പേജൊക്കെ അർത്ഥം പഠിക്കും. ഇത് 30 ജുസ് പഠിക്കും. അതിനുശേഷം തഫ്സീറും പഠിക്കും. ഈ സമയത്തൊക്കെ നമ്മൾ പുതിയ പാഠം പഠിക്കുന്നത് പോലെയാണ് ഖുർആന്റെ അർത്ഥം, ഖുർആന്റെ തഫ്സീർ പഠിക്കുക. അപ്പൊ ഖുർആൻ പുതിയ പാഠം എങ്ങനെയായിരിക്കും? ഇന്നിപ്പോ 1.5 പേജ് പഠിക്കും, നാളെ കേൾപ്പിക്കും. അങ്ങനെയാണല്ലോ. തർജുമം തഫ്സീർ ഇങ്ങനെയാണ്. ഇന്ന് 1.5 പേജ് അല്ലെങ്കിൽ 2 പേജ് തഫ്സീരൻ തർജുമ പഠിക്കും. അപ്പം ശ്രദ്ധിക്കുന്ന രക്ഷിതാവിനും ശ്രദ്ധിക്കുന്ന കുട്ടികൾക്കും അവരുടെ ഹിഫ്ള് വളരെ നല്ല രീതിയിൽ പക്കാക്കാനും, ഏതെങ്കിലും ഭാഗം കച്ചാണെങ്കിൽ ഈ പറയപ്പെട്ട ദൗറ അതിന്റെ കൂട്ടത്തിൽ ഈ തർജുമ തഫ്സീറും, പിന്നെ വേറെ തജ്വീദ് പഠിക്കുന്ന സമയത്ത് ഖുർആൻ ഫുൾ ഓതി കേൾപ്പിക്കണം ഉസ്താദിന്. അന്നേരം സനദ് കിട്ടും. ആ സമയത്തും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഖുർആനിനെ സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ ഹിഫ്ള് പഠിച്ചതിന് ശേഷം ആ ഹിഫ്ള് നിലനിർത്താനുള്ള ഒരു ഏറ്റവും നല്ല ഒരു മാർഗമാണ് ആലിം കോഴ്സിൽ ചേർത്തിട്ട് ആലിം കോഴ്സിൽ നൽകപ്പെടുന്ന ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ. ആലിം കോഴ്സിന്റെ അസൽ കിതാബുകൾ ഉണ്ടാവും. ബുഖാരി ഷരീഫ്, മിഷ്കാത്ത്, പിന്നെ മഹല്ലി, ഫത്ഹുൽ മുഈൻ, ഇതൊക്കെ അസൽ കിതാബുകളാണ്. ഉമ്മഹാത്തുൽ കുതുബ് ഇതൊക്കെ ഒന്നാണ്. പിന്നെ നഹ്വ് ഉണ്ട്, അറബിക് ഗ്രാമറും ഒരു 90% മദ്രസകളിൽ ഏകദേശം ഒരു കിതാബാണ്. ഒന്നിക്ക് നഹ്വുൽ വാദി ആയിരിക്കും, അല്ലെങ്കിൽ തഖ്വീമുൽ ലിസാൻ, അല്ലെങ്കിൽ ഖത്റുൻ നദ. ചില മദ്രസകളിൽ ഗ്രാമർ ആയതുകൊണ്ട് കുറച്ചുകൂടി കിതാബുകൾ വേറെ വെക്കാനും ഉലമാക്കളുടെ ഭാഗത്തുനിന്ന് അനുവാദം എടുത്തുകൊണ്ട് ചില മദ്രസകളൊക്കെ വെക്കാറുണ്ട്. അസൽ ഗ്രന്ഥങ്ങളുണ്ട്, വർഷങ്ങളായി നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതിൽ മാറ്റം നമ്മളെ ഒരു മദ്രസയിൽ ഇല്ല. അതിൽ ഈ ഫിഖിന്റെ പ്രധാന ഫത്തുൽ മുഈൻ, എല്ലാ മദ്രസയിലും ഫത്തുൽ മുഈനാണ്. പിന്നെ അതിനുശേഷം മഹല്ലി പറയപ്പെടുന്ന കൻസുർ റാഗിബിൻ എല്ലാ മദ്രസയിലും ഇതാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ബുലൂഗുൽ മറാം എല്ലാ മദ്രസയിലും, റിയാദുസ് സാലിഹീൻ ഇതൊക്കെ എല്ലാ, ജലാലീൻ ഇതൊക്കെ എല്ലാ മദ്രസയിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു മഖ്ബൂലിയത്താണ് ഈ ഗ്രന്ഥങ്ങൾക്ക്. ഈ വിഷയത്തിൽ വേറെ കുറെ ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷെ ഈ ഗ്രന്ഥങ്ങളാണ് നമ്മൾ മാത്രമല്ല വേറെ പ്രസ്ഥാനങ്ങളിലും ഏകദേശം ഇതൊക്കെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. സംസാര ഭാഷ ആദ്യ വർഷം മുതൽ തന്നെ തുടങ്ങാറുണ്ട്. മദ്രസകളിൽ ഈ മലയാള ഭാഷ, അറബി ഭാഷ, ഉറുദു ഭാഷ, ഇംഗ്ലീഷ് ഭാഷ ഇതിന്റെ ക്ലബ്ബുകൾ ഉണ്ടാവും ഈ ഭാഷകൾക്ക്. ഈ ക്ലബ്ബുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ആ പ്രവർത്തനങ്ങളിൽ ഒന്ന് സമാജമായിരിക്കും, രണ്ടാമത്തെ സെമിനാറുകളായിരിക്കും, മൂന്നാമത്തേത് മാഗസീൻസ് ആയിരിക്കും, പോസ്റ്റേഴ്സ് ആയിരിക്കും. പിന്നെ അറബിക് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന പീരിയഡുകളിലൊക്കെ പൊതുവായ അറബി ഭാഷയിൽ തന്നെ അത് പഠിപ്പിക്കാറ്. ഇപ്പൊ 2ാം വർഷം 3ാം വർഷമൊക്കെ ഖസസുൻ നബി, ഖിറാത്തുർ റാഷിദ, ഖിറാത്തുൽ വാദിഹ, മൻസൂറാത്ത് ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അറബിക് ലിറ്ററേച്ചറാണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുന്നതും ആ പീരിയഡിൽ സംസാരിക്കുന്നതൊക്കെ ആ ഭാഷയിലാണ്. പിന്നെ പൊതുവെ ഒരു മദ്രസയിൽ 100% കുട്ടികൾ അറബി സംസാരിക്കൂല. അതിനൊരു താല്പര്യമാണ്. ആ താല്പര്യമുള്ള കുട്ടികൾക്ക് അവസരമുണ്ടാവും. സ്പോക്കൻ അറബിക്കിന്റെ ട്രെയിനിങ് ഉണ്ടാവും, പിന്നെ സെമിനാറുകൾ ഉണ്ടാവും. സെമിനാറൊക്കെ അറബിയിലുണ്ടാവും. സമാജം ഉണ്ട് എല്ലാ ആഴ്ച, അറബീന്റെ സമാജം.
പിന്നെ മാസത്തിൽ ഇംഗ്ലീഷും ഉറുദുവിന്റെ സമാജങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കുട്ടീനെ മദ്രസയിൽ ചേർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ എന്തൊക്കെയാ ഉള്ളത്, അതിന്റെ ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം. പക്ഷെ ഈ പറയപ്പെട്ട ഭാഷകൾ അതിന് ചില മദ്രസകൾ ഡേയ്സ് ഉണ്ട്. അതായത് ആഴ്ചയിൽ 2 ദിവസം ഇംഗ്ലീഷ് മാത്രം, 2 ദിവസം ഉറുദു മാത്രം, 2 ദിവസം അറബി മാത്രം, ഇങ്ങനെ ഉണ്ട്. അങ്ങനെ പല രീതിയിൽ എല്ലാ മദ്രസക്കാർ ഞാൻ പറഞ്ഞ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഒരുമിച്ച് കൂടുമ്പം ഈ പറയപ്പെട്ട ഭാഷകൾ ഒന്നുകൂടി മെച്ചപ്പെടുന്ന രീതിയിൽ സ്പോക്കൺ ആയിട്ടും എല്ലാതെയും എങ്ങനെ കുട്ടികൾ കിട്ടുമെന്ന കാര്യത്തിൽ ആലോചിക്കാറുണ്ട്. പിന്നെ മദ്രസകൾ അവരവരുടെ സൗകര്യം പോലെ സാഹചര്യം പോലെ അതിനെ നടപ്പിലാക്കാറുണ്ട്. അതുണ്ട്, അതിവിടെ ഈ മദ്രസയിലുണ്ട്, അല്ലാത്ത മദ്രസയിലുണ്ട്. കുട്ടികള് പിന്നെ ഇതൊക്കെ നമുക്ക് തർഗീബ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം അതൊരു വാസനാണ്. ഇത് നമുക്ക് അങ്ങനെ അടിക്കൽ എന്തായാലും ഇല്ല. പക്ഷെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു വളരെ കർശനായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. കുട്ടികൾക്ക് തർഗീബ് കൊടുക്കും, നമ്മൾ സംസാരിക്കും. നല്ല രീതിയിൽ പഠിക്കുന്നവരുണ്ട്. പക്ഷെ എന്തെങ്കിലും അതിന് ഗുണം കിട്ടും. പിന്നെ ഇപ്പൊ ജമാഅത്തുകളൊക്കെ വരുമ്പോൾ അവർ കൂട്ടത്തിൽ സമയം ചെലവാക്കും. അപ്പൊ അതിൽ അവർക്ക് കുറെ ഒരു ഇന്ററാക്ഷൻ കിട്ടും. ഇപ്പൊ ഇവിടെയൊക്കെ ജമാഅത്ത് വന്നിരുന്നു 2 പ്രാവശ്യം, ഖത്തറിന്നും സൗദിന്നൊക്കെ. അപ്പൊ അവരായിട്ട് കുട്ടികൾ സംസാരിക്കും, കുട്ടികൾ അവരായിട്ട് സംസാരിക്കും. അപ്പൊ അതൊരു ഇന്ററാക്ഷൻ ആണ്. അങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ കുട്ടികൾക്ക് കിട്ടും. പിന്നെ ഈ നമ്മളെ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന അറബ് രാജ്യങ്ങളിൽ വന്ന ഉലമാക്കളുണ്ട്, അവരെ 2 ദിവസത്തിന് വിളിക്കും. അപ്പൊ അവർക്ക് ഇത്ര കുട്ടികളായിട്ട് 2 ദിവസം പൂർണ്ണമായി അവരൊക്കെ ഇരുന്ന് അവരൊക്കെ സംസാരിച്ച് സ്പോക്കൻ അറബിക്കിൽ ട്രെയിനിങ് കിട്ടും. ഇതൊക്കെ അൽഹംദുലില്ലാഹ് ഓരോ മദ്രസയിൽ അവരവരെ സൗകര്യം പോലെ അവർ ചെയ്യാറുണ്ട്. അതുണ്ട്, അത് ഉണ്ടല്ലോ. ഇപ്പൊ ഹിഫ്ള് ഇപ്പൊ ചിലപ്പോ 10 ജുസ് 15 ജുസ് പഠിച്ച കുട്ടികളുണ്ടാവും. ചിലപ്പോ 4 വർഷം എടുത്തിട്ടുണ്ടാവും. ആ സമയത്ത് അവർക്കത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, വയസ്സുമായിട്ടുണ്ടാവും. അത്ര കുട്ടികൾ ആലിം കോഴ്സ് പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആലിം കോഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അത്ര കുട്ടികൾക്ക് ആലിമായതിനു ശേഷം ഹിഫ്ള് പൂർത്തിയാക്കാനും അവസരമുണ്ട്. പക്ഷേ ആ കുട്ടികൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ പഠിച്ച ഭാഗങ്ങൾ അത് അവർ സംരക്ഷിക്കണം. ഒരു കുട്ടി 8 ജുസ് പഠിച്ചു, ആ 8 ജുസ് നിലനിർത്തണം. ആലിം കോഴ്സ് പഠിക്കുമ്പോൾ അവർക്ക് ദൗറയിൽ 8 ജുസ് നിലനിർത്താം. തർജുമ, തഫ്സീർ, ഖിറാഅത്തൊക്കെ പഠിക്കുമ്പോൾ നിലനിർത്താൻ പറ്റും. അൽഹംദുലില്ലാഹ് എത്രയോ ആലിമീങ്ങൾ ഹാഫിള് കോഴ്സ് പൂർത്തിയാക്കാതെ ആലിം കോഴ്സിൽ വന്നു. ആലിം കോഴ്സിൽ വന്നതിന് ശേഷം പൂർത്തിയാക്കിയതിനു ശേഷം ഭട്കലും ആലുവയിലൊക്കെ പോയിട്ട് ഹാഫിളുകളായിട്ടുണ്ട്. നമ്മളെ മഹാന്മാരിൽ തന്നെ ഒരുപാട് ആൾക്കാർ, മൗലാന ഖലീൽ അഹമ്മദ് സാരംപൂർ റഹ്മത്തുള്ളാഹി അലൈഹി, പിന്നെ മൗലാന ഹുസൈൻ അഹമ്മദിനി റഹ്മത്തുള്ളാഹി അലൈഹി, മൗലാന സലീമുല്ല ഖാൻ സാബ് റഹ്മത്തുള്ളാഹി, ഇത്ര ആൾക്കാരൊക്കെ അവര് ആലിമീങ്ങളായത് ശേഷമാണ്. അവർ പിന്നെ കുറച്ചുപേരെ ഹിഫ്ള് പഠിച്ചിട്ടില്ല, ആലിമായ ശേഷം ഹാഫിളായത്. അതും നാട്ടില് തറാവിക്ക് ആളില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെ സംഭവം. തറാവിക്ക് ആളില്ല, ഖത്മ് തീർക്കണല്ലോ, സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. എന്ത് ചെയ്യും? പഠിച്ചു ഓരോ ദിവസം ഓരോ ജുസ് പഠിക്കും, കേൾപ്പിക്കും. അപ്പൊ ഇതൊക്കെ നടക്കും. പക്ഷെ അത് പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മളെ മോന് 10 ജുസ് പഠിച്ചു, 12 ജുസ് പഠിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കണ്ടേ ഇനി ആലിം കോഴ്സ് അല്ലേ, അത് നിങ്ങൾ പോട്ടെ എന്ന്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഖുർആൻ മറന്നുപോയാൽ ശിക്ഷ. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അത് ഹാഫിദീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഒരു ആയത്താണെങ്കിൽ നമ്മളെല്ലാം, നമ്മൾ യാസീൻ പഠിച്ചിട്ടുണ്ടാവും, റഹ്മാൻ പഠിച്ചിട്ടുണ്ടാവും, വാഖിയ പഠിച്ചിട്ടുണ്ടാവും. വൈൻ കാനത്ത് ആയത്തൻ, കാരണം ആയത്ത് പഠിക്കൽ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നമ്മൾ മറന്നുപോയാൽ, അപ്പൊ ഹാഫിദീങ്ങളാണെങ്കിലും ഹാഫിദ് അല്ലാത്തവരാണെങ്കിലും ആ പറയപ്പെട്ട എത്ര ജുസാണോ പഠിച്ചത്, ആ പഠിച്ചത് സംരക്ഷിക്കുക. പിന്നെ ആലിം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്കത് പൂർത്തിയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പ്രധാനമായും എല്ലാവരും നമ്മളെ നിയത്തുകളെ ശരിയാക്കുമാറാവട്ടെ. നല്ല നിയത്തോടുകൂടി നമ്മളെ മക്കളെ ചേർത്തിക്കൊണ്ട് ഉഖ്റവിയായ ഉലമാക്കളാവാൻ അള്ളാഹു അവർക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.